ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം 10ാം അനുഭാഗത്തിലെ 3ാമത്തെ മന്ത്രമായിരുന്നു വ്യാഖ്യാനം ചെയ്തിരുന്നത്. ഇന്ന് 10ാം അനുഭാഗത്തിലെ 4ാമത്തെ മന്ത്രം നോക്കാം. നമുക്ക് മന്ത്രം ഒന്ന് ചൊല്ലാം. മൃഡാനോ രുദ്രോ തനോ മയസ്കൃതി ക്ഷയദ്വീരായ നമസാ വിധേമതേ യച്ചഞ്ചയോച്ഛമനുരായജേ പിതാ തതശ്യാമഥവ രുദ്രപ്രണീതൗ. ഒന്നുകൂടെ ചൊല്ലാം. മൃഡാനോ രുദ്രോ തനോ മയസ്കൃതി ക്ഷയദ്വീരായ നമസാ വിധേമതേ യച്ചഞ്ചയോച്ഛമനുരായജേ പിതാ തതശ്യാമഥവ രുദ്രപ്രണീതോ. മൃഡാനോ രുദ്രോ തനോ മയസ്കൃതി. മൃഡ മൃഡയ, നോ നഹ, നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ, അസ്മാകം, അസ്മാൻ, അസ്മാൻ മൃഡയ ഞങ്ങളെ, സുഖയ ഞങ്ങൾക്കായി, അല്ലെങ്കിൽ ഞങ്ങളെ സുഖിപ്പിക്കുകയാണെങ്കിൽ സുഖം ദേഹി സുഖം തന്നാലും. മൃഡ മൃഡയ സുഖം ദേഹി സുഖം തന്നാലും. ആർക്കായിട്ട്? അസ്മാൻ ഞങ്ങളെ, മൃഡയ അസ്മാൻ മൃഡയ അസ്മാകം ഞങ്ങൾക്കായി, സുഖം ദേഹി ഞങ്ങൾക്ക് സുഖത്തെ തന്നാലും. മൃഡാനോ നോ നഹ അസ്മാകം, അല്ലെങ്കിൽ അസ്മാഭിഹി ഞങ്ങൾക്ക്, അസ്മാഭിഹി സുഖത്തെ തന്നാലും. അസ്മാഭിഹി അസ്മഭ്യം അസ്മഭ്യം സുഖം ദേഹി സുഖം ദേഹി ഞങ്ങൾക്കായി, അസ്മഭ്യം സുഖം ദേഹി ഞങ്ങൾക്കായിട്ട് സുഖത്തെ തന്നാലും. രുദ്രോ മൃഡാനോ രുദ്രോദ രുദ്രോദ രുദ്ര ഉദ രുദ്രോദ രുദ്ര ഉദ രുദ്ര ഹേ രുദ്ര സംബോധനയാണ്. ഹേ രുദ്ര അസ്മാൻ മൃഡയ അസ്മഭ്യം ഞങ്ങൾക്കായിക്കൊണ്ട്, അസ്മഭ്യം ഞങ്ങൾക്ക്, സുഖം ദേഹി അഥവാ അസ്മാൻ സുഖയ സുഖം ദേഹി. രുദ്രോദ രുദ്ര ഉദ ഉദ അഭിജ ഇതും കൂടി സുഖം തരിക ഞങ്ങൾക്കായിട്ട്. അതുപോലെ തന്നെ അഥവാ ഞങ്ങളെ സുഖിപ്പിക്കുക. എങ്ങനെ? സുഖസാധനാനി പ്രദാനം ചെയ്യുക വഴി സുഖസാധനങ്ങൾ അവിടെ മെറ്റീരിയലായിട്ട് ഭൗതികമായിട്ടുള്ള ഇഹലോകെ ഇവിടെ രണ്ടെണ്ണമുണ്ട്. ഒന്ന് പിന്നുള്ളത് രുദ്രോ തനോ മയസ്കൃതി രുദ്ര ഹേ രുദ്ര രുദ്രോദ ഉദ അഭിജ ഇതും കൂടി. ഇത് മയസ്കൃതി മയഹ
മയഹ സുഖം, അതും സുഖം തന്നെയാണ്. കൃധി കുരു എന്നർത്ഥം. സുഖം കുരു. അപ്പോൾ അപ്പോൾ രണ്ട് സുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫസ്റ്റിലുള്ളത് ആദ്യത്തേത് മൃഡാനോ അസ്മഭ്യം സുഖം ദേഹി, ഞങ്ങൾക്കായിട്ട് സുഖത്തെ കൊണ്ടാകും. നഖ അസ്മഭ്യം. പിന്നെ ഇതും കൂടി ഏത് മയസ്കൃതി, മയഹ അതും സുഖം തന്നെ, സുഖം കുരു, സുഖം ദേഹി. അപ്പോൾ ഇവിടെ എന്താണ് ഇഹലോകെ മൃഡ എന്നർത്ഥം. ഇഹലോകെ സുഖം ദേഹി അസ്മഭ്യം, ഇഹലോകെ സുഖം ദേഹി. അഭിജ ഉദ രുദ്രോദ രുദ്ര ഉദ, ഹേ രുദ്ര ഉദ അഭിജ. പരലോകത്തും ഉദ പരലോകേ അഭി സുഖം ദേഹി. അപ്പോൾ പരലോകത്തിലും സുഖത്തെ തന്നാലും എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തി. മോക്ഷപ്രാപ്തി എന്നുള്ളത് എന്താണ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ജനന മരണങ്ങളിൽ നിന്നുള്ള രക്ഷയല്ല. ജനന മരണങ്ങളിൽ നിന്ന് ഒരു കാലത്തും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അത് റൊട്ടേഷനായിട്ട് തുടർച്ചയായിട്ട്, കാരണം ആത്മാവ് എന്ന് പറയുന്ന ആ ശക്തിക്ക് നാശം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള ജന്മം മാറി മാറി എടുത്തുകൊണ്ട് ഇരിക്കണം എന്നത് പ്രകൃതി നിയമം. അപ്പോൾ മോക്ഷപ്രാപ്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനം. അപ്പോൾ ജ്ഞാനം ദേഹി, പരമേശ്വരനെക്കുറിച്ചുള്ള ഈ പ്രപഞ്ചശക്തിയെക്കുറിച്ചുള്ള ജ്ഞാനവും, അതായത് അറിയുക എന്നുള്ളത്. അതുപോലെ ഈ ബ്രഹ്മവുമായിട്ടുള്ള, പരമേശ്വരനുമായിട്ടുള്ള, ശ്രീപരമേശ്വരൻ ശ്രീ രുദ്രമായിട്ടുള്ള, അത് ഈ പ്രപഞ്ചശക്തിയുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നതിനെ പ്രവർത്തന നിരതമാക്കുക എന്നുള്ളതാണ്. നമ്മൾ സകല ചരാചരങ്ങളും ഈ പരമേശ്വരനുമായിട്ട് പ്രപഞ്ചശക്തിയുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ അത് ആക്ടിവേറ്റഡ് അല്ല എന്നർത്ഥം. അപ്പോൾ അത് ആക്ടിവേറ്റഡ് ആവുക, ആ കണക്ഷൻ പ്രവർത്തന നിരതമാവുക എന്നർത്ഥം. ഈശ്വരനെ അറിയുക എന്ന് പറയുമ്പോൾ ഇതാണ് ശരിക്കും മോക്ഷം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ജ്ഞാനമാണത്, ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. അല്ലാതെ എന്നേക്കുമായിട്ട് ജനന മരണങ്ങളിൽ നിന്നുള്ള മോക്ഷമല്ല. അങ്ങനെ ഒരു മോക്ഷമില്ല, മുക്തിയില്ല. അതിങ്ങനെ മോക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈശ്വരനെ അടുത്തറിയുക എന്നുള്ളതാണ്. അതിനുള്ള ജ്ഞാനത്തെ തരിക, ആ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ ആക്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നർത്ഥം. ആ ഈശ്വരനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുക എന്നർത്ഥം. മൃഡാനോ രുദ്രോദനോ രുദ്ര, ഹേ രുദ്ര ഉദ നഹ മയസ്കൃതി സുഖം ദേഹി, സുഖം കുരു, മയഃ സുഖം കൃതിഹി കുരു. ചെയ്താലും സുഖത്തെ തന്നാലും സുഖം ദേഹി. അപ്പോൾ മൃഡ എന്ന് പറയുമ്പോൾ ഇഹലോകെ സുഖം ദേഹി, അഭിജ ഉദ അഭിജ പരലോകെ അഭി സുഖം ദേഹി. അസ്മഭ്യം സുഖം ദേഹി, അസ്മഭ്യം സുഖം ദേഹി. എങ്ങനെ നോക്കാം. ക്ഷയധ്വീരായ രമസാ വിധേമതേ. ക്ഷയധ്വീര ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ക്ഷയത് വീരഹ, ക്ഷയദ്വീരഹ. ശത്രുണാം
ശത്രുഷു ശത്രുപക്ഷവീരാനാം ദുഷ്ടവീരാനാം അധർമ്മിഷ്ഠാൻ എന്നതിന് പറഞ്ഞിട്ടുണ്ട്. അവരെ ക്ഷയിപ്പിച്ചാലും അത് ക്ഷയിപ്പിക്കുക, നശിപ്പിക്കുക എന്നർത്ഥം. ഇവിടെ വീരൻ ശക്തിയുള്ളത് ശക്തിമാനെ അഥവാ വീരനെ ഇവിടെ നശിപ്പിച്ചാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മഹാപാപാൻ, നമ്മൾ ചെയ്തിരിക്കുന്ന കൃതപാപാഹ നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ, അത് മഹാൻ പാപാൻ, ഭീകരമായിട്ടുള്ള പാപങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ട് എന്നർത്ഥം. ക്ഷയത് വീരായ, ഇവിടെ വീരായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹത് പാപം നമ്മൾ ചെയ്തിരിക്കുന്ന ക്ഷയധ്വരായ ക്ഷപിത അസ്മദീയ പാപായ ക്ഷപിതം എന്ന് പറഞ്ഞാൽ ക്ഷിപ്തം, എറിയപ്പെട്ട അഥവാ ചെയ്യപ്പെട്ട എന്നർത്ഥം. ക്ഷപിത പാപം, ചെയ്യപ്പെട്ട പാപങ്ങൾ, അതിനാണ് ഇവിടെ വീരം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മഹാപാപം എന്ന് പറഞ്ഞാൽ മഹത്തായതല്ല, അവിടെ വലിയ പാപത്തെയാണ് ക്ഷയധ്വീരൻ എന്ന് പറഞ്ഞാൽ വീരം എന്ന് പറഞ്ഞുകൊണ്ട് ഭീകരമായിട്ടുള്ള പാപങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ഷപിതാസ്മദീയ പാപായ, ക്ഷപിത എന്ന് പറഞ്ഞാൽ കൃതം പാപം, അസ്മദീയ കൃതം പാപം, നമ്മളുടെ അസ്മദീയ കൃതം പാപം, ചെയ്യപ്പെട്ടിരിക്കുന്ന പാപങ്ങൾ, പാപായ ആ പാപത്തിനായിക്കൊണ്ട് ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ആ പാപശാന്തിക്കായിട്ട് പാപനാശനാർത്ഥം നമ്മൾ എന്തു ചെയ്യുന്നു? ക്ഷയധ്വീരായ നമസാ വിധേമതേ, നമസാ അല്ലേ രുദ്ര, അങ്ങയെ നമസ്കാരേണ വിധേമ, നമസ്കാരേണ പൂജയാമ, വയം പൂജാം കരവാമ, വയം നമസ്കാരാൻ സമർപ്പയാമ, ഞങ്ങൾ നമസ്കാരങ്ങൾ അങ്ങേക്കായിട്ട് നമസ്കാരങ്ങൾ അർപ്പിക്കാം. പിന്നെയുള്ളത് വിധേമ, പൂജയാമ, ഞങ്ങൾ പൂജകളും അങ്ങേക്കായിട്ട് ചെയ്യാം. അപ്രകാരം ഏതിനു വേണ്ടിയിട്ടാണ്? കൃതപാപനാശനായ, ചെയ്യപ്പെട്ടിരിക്കുന്ന പാപങ്ങളെ നശിപ്പിക്കുന്നതിനായിക്കൊണ്ട് വയം തുഭ്യം നമസ്കാരാൻ സമർപ്പയാമ, അങ്ങേക്കായിക്കൊണ്ട് ഞങ്ങൾ നമസ്കാരാൻ സമർപ്പയാമ. പിന്നെയോ പൂജയാമ അഭിജ, ഞങ്ങൾ പൂജകളും ചെയ്യാം. അപ്പോൾ അങ്ങയെക്കുറിച്ച് മാത്രം മനസ്സിൽ ചിന്തിക്കുകയും നമസ്കാരങ്ങൾ അർപ്പിക്കുകയും പൂജകൾ അങ്ങേക്കായി ചെയ്യുകയും വഴി എന്തു ചെയ്യാൻ? ഏതിനു വേണ്ടിയിട്ട്? കിമർത്ഥം, എന്തിനു വേണ്ടിയിട്ട്? കൃതപാപനാശനായ, ക്ഷപിത പാപനാശനായ, അസ്മദീയ നമ്മളുടെ കൃതപാപനാശനായ, ചെയ്യപ്പെട്ടിരിക്കുന്ന പാപങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ട് വയം ഹേ രുദ്ര തുഭ്യം നമസ്കാരാൻ സമർപ്പയാമ, നമസ്കാരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കാം. അതുപോലെ തന്നെ പൂജകളും ചെയ്തുകൊണ്ട് ഈ പാപശാന്തിക്കായിട്ട് എന്നർത്ഥം. നമസ്കാരങ്ങൾ കൊണ്ട്
നമസ്കാരങ്ങൾ അർപ്പിക്കുക വഴി. പിന്നെ വിധേയമ പൂജയാമ. ക്ഷയധീരായ, ഇതിനെ ക്ഷയിപ്പിക്കുന്നതിനായിട്ട് പാപങ്ങൾ, ക്ഷയധീരായ കുടില പാപങ്ങളെ, കൊടിയ പാപങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ട് പാപനാശനാർത്ഥം, നാശനാർത്ഥം ക്ഷയധീരായ, ക്ഷേത് വീരായ എന്ന് പറഞ്ഞാൽ ഇവിടെ വീരം എന്ന് പറഞ്ഞാൽ കൊടും പാപങ്ങളാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ ക്ഷയിപ്പിക്കുന്നതിനായിട്ട് ക്ഷയ നമസാ വിധേമതേ തേ അങ്ങേക്കാണ്ട് തുഭ്യം നമസാ നമസ്കാരേണ വിധേമ പൂജയാമ നമസ്കാരങ്ങളോടുകൂടി ഞങ്ങൾ അങ്ങയെ തേ തുഭ്യം പൂജകൾ അർപ്പിക്കാം. തേ തുഭ്യം അങ്ങേക്കായിക്കൊണ്ട് പൂജകൾ ചെയ്യാം എന്നർത്ഥം. യച്ചഞ്ചയോച്ചമനുരാഗജേ പിതാ തവ ശ്യാമ പിതാ തത ശ്യാമ തവ രുദ്ര പ്രണീതോ. യച്ചം യത് ശം, ശം സുഖം, ശം സുഖം, യത് ശം ഏത് സുഖങ്ങളാണോ, ഏത് സുഖമാണോ, യത് ചം ച യച്ചം ജ യത് ശം ച യച്ചം യത് ശം യച്ചം ഏത് സുഖമാണോ, യത് ഏതോ, ശം സുഖം ഏത് സുഖമോ, ച യച്ചഞ്ച യോശ്ച യോഹ ച യോഹ യോഹ് യോഹോ 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖം വിന, ദുഃഖങ്ങളില്ലാതെ കണ്ടിട്ടുള്ള സുഖമാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. യത് ശംജ യോഹ യോഹോ ച ച എന്ന് പറഞ്ഞാൽ ആൻഡ് ഇതും കൂടി എന്നർത്ഥം. ഏത് സുഖമാണോ, ദുഃഖം വിന, യോഹോ ദുഃഖം വിന, ദുഃഖങ്ങളില്ലാതെ കൊണ്ട്, ദുഃഖം വിന, ശം യത് ശം ഏത് ശം, മനുഹു ആയജേ യച്ചഞ്ച യോച്ഛ യോശ്ച മനുരായജേ പിതാ, മനുരായജേ പിതാ, പിതാ പിതാവ് തന്നെ. മനുഷ്യാണാം പിതാ, ആരാണ് മനുഷ്യരുടെ പിതാവ്, മനുഹു, മനുവാണ് മനുഷ്യരുടെ പിതാവെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഹോ, യോഹോ എന്ന് വെച്ചാൽ യത് ശം ജായോച്ച, യത് ഏതോ ശം സുഖം, യച്ഛം ച യോഹോ ച യോശ്ച യോഹോ ദുഃഖം വിന ച. അപ്പം സുഖം തരണം, ദുഃഖം വിന ഉള്ള സുഖത്തെ തരണം. യോശ്ച ദുഃഖം വിന ഉള്ള സുഖത്തെ, ഏത് തരത്തിലുള്ള സുഖം, ദുഃഖമില്ലാത്ത സുഖം, സുഖം മാത്രമായിട്ട് ഏതാണത്, മനുരായജേ പിതാ, പിതാ മനുഹു, പിതാ മനുഹു പിതാവായിട്ടുള്ള മനുവിന് ആയജേ പ്രാപ്തവാൻ, ആയജേ പിതാവായിട്ടുള്ള നമ്മുടെ എല്ലാം മനുഷ്യാണാം പിതാ മനുഹു, മനുവിനാൽ മനുന യത് യത് ശം ഏതൊക്കെ സുഖങ്ങൾ, യത് യത് ശം സുഖം, ദുഃഖം വിന യത് യത് ശം ദുഃഖമില്ലാതെ കൊണ്ട് യത് യത് ശം ഏതൊക്കെ ശം സുഖങ്ങളാണോ പിതാവായ മനു പ്രാപിച്ചത്, മനുവിന് ലഭിച്ചത്, പിതാ മനുഹു പ്രാപ്തവാൻ ആയജേ യച്ചഞ്ചയോച്ച മനുരായജേ മനുഹു ആയജേ മനുരായജേ മനുഹു ആയജേ ആയജേ പ്രാപ്തവാൻ, മനു നേടിയെടുത്തത് അഥവാ മനുവിന്. ഹേ രുദ്ര യത് യത് സുഖം മനുവിനെക്കൊണ്ട് ത്വം ദത്തവാൻ അങ്ങ് കൊടുത്തുവോ, ആ സുഖങ്ങൾ, തത് സുഖാനി ആ സുഖങ്ങൾ, ഏത് തദ്ശ്യാമ പിതാ തതശ്യാമ
യച്ചഞ്ചയോച്ച മനുരായജേ മനുഹു ആയജേ മനുഹു പ്രാപ്തവാൻ പിതാ പിതാ മനുഹു പ്രാപ്തവാൻ തദശ്യാമ തദശ്യാമ അശ്യാമ തത് അശ്യാമ അത് അശ്യാമ പ്രാപ്നുയാമ വയം പ്രാപ്നുയാമ ഞങ്ങളും നേടട്ടെ ഞങ്ങൾക്കും നേടാൻ കഴിയട്ടെ വയം പ്രാപ്നുയാമ ഞങ്ങളും അത് പ്രാപിക്കട്ടെ ആ സുഖങ്ങളെ ഞങ്ങളും പ്രാപിക്കട്ടെ മനുന യതി യത് അല്ലെങ്കിൽ അഥവാ ഹേ ഭഗവാൻ ഹേ രുദ്ര ത്വം യദ് യത് സുഖം സുഖം ഛം മനും ദത്തവാൻ മനുവിനെ കൊണ്ട് കൊടുത്തുവോ തത് സുഖാനി വയമഭി പ്രാപ്നിയാമ ഞങ്ങളും അത് പ്രാപിക്കട്ടെ ഞങ്ങൾക്കും അത് ലഭിക്കട്ടെ എന്നർത്ഥം. തവ രുദ്ര പ്രണീതോ യച്ചഞ്ചോച്ചമനുരായതേ പിതാ തദശ്യാമ തത് അശ്യാമ തത് പ്രാപ്നിയാമ തത് സുഖം തത് ശം വയം പ്രാപ്നിയ ഞങ്ങളും നേടട്ടെ ആ സുഖം. പിതാവായിട്ടുള്ള മനുവിന് എന്തൊക്കെ സുഖങ്ങൾ ലഭ്യമായോ ആ സുഖങ്ങളെല്ലാം ഞങ്ങളും പ്രാപിക്കട്ടെ. തവ രുദ്ര പ്രണീതോ അല്ലയോ രുദ്ര ഹേ രുദ്ര തവ അങ്ങയുടെ തവ രുദ്ര പ്രണീതോ രുദ്ര ഹേ രുദ്ര തവ പ്രണീതൗ തവ സ്നേഹേ സതി അങ്ങയുടെ സ്നേഹത്തിലായിക്കൊണ്ട് സ്നേഹേ സതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തവ സ്നേഹേന അങ്ങയുടെ സ്നേഹത്താൽ വയമഭി സുഖം യദ് യദ് സുഖം യദ് യദ് ശം പിതാ മനുഷ്യാണാം പിതാ മനുഹു പ്രാപ്തവാൻ മനു നേടിയെടുത്തുവോ ആ സുഖങ്ങളെല്ലാം തത് സുഖാനി വയമഭി പ്രാപ്നിയാവ ഞങ്ങളും നേടിയെടുക്കട്ടെ. ഏതിലാൽ തവ രുദ്രപ്പണിതോ തവ അങ്ങയുടെ സ്നേഹാതിശയേ സതി അങ്ങയുടെ സ്നേഹത്തിൽ അതിശയകരമായ ഉത്തമമായിട്ടുള്ള അങ്ങേയറ്റത്തുള്ള സ്നേഹത്തിലായിക്കൊണ്ട് ഞങ്ങൾക്കും അത് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ തവ സ്നേഹേന വയം അവി പ്രാപ്നിയാമ തത് സുഖം ഞങ്ങളും ആ സുഖത്തെ അങ്ങയുടെ സ്നേഹത്താൽ പ്രാപിക്കട്ടെ എന്നർത്ഥം. അതൊന്നുകൂടെ പറയാം. ഇതിൽ മൂന്നാമത്തെ മന്ത്രവും നാലാമത്തെ മന്ത്രവും കൂടി ഒറ്റ മന്ത്രമായിട്ട് കണക്കാക്കിയിട്ട് പുരസ്ചരണം ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ മന്ത്രം ഇമാകം രുദ്രായ തപസേകവർദ്ധിനെ ക്ഷയധീരായ പ്രവരാമഹേമതിം യഥാനശമസത്യപദേ ചതുഷ്പദേ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിന്നനാതുരം. മൃഡാനോ രുദ്രോധനോ മയസ്കൃതി ക്ഷയധ്വീരായ നമസാ വിധേമതേ യചഞ്ജയോച്ചമനുരായജേ പിതാ തതശ്യാമ തവ രുദ്രപ്രണീതൗ. ഈ രണ്ട് മന്ത്രം കൂടി ഒറ്റ മന്ത്രമായിട്ട് കണക്കാക്കി പുരസ്ചരണം ചെയ്യേണ്ടതാണ്. അത് എത്ര തവണ 3 മന്ത്രസ്യ പുരസ്ചരണം കൃച്ഛ്രം ചരിത്വാ ഏകദിനസ്യ ഉപവാസം ചരിത്വാ കൃത്വാ ഒരു ദിവസത്തെ ഉപവാസം ചെയ്തതിന് ശേഷം 9 ജപേത് 9 9000 തവണ നിരന്തര ജപം ഒരു ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചതിന് ശേഷം 9000 തവണ നിരന്തര ജപം കൊണ്ട് മന്ത്രസിദ്ധി ലഭിക്കും. അതിൻ്റെ ഫലശ്രുതി എന്ന് പറയുന്നത് അതുകൊണ്ട് ലഭിക്കാവുന്ന ആ മന്ത്രം നമുക്ക് പിന്നെ എന്തിനായിട്ട് ഉപയോഗിക്കും അഥവാ ജപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫലം എന്താണ്? ഗവാദീനാം ശാന്തിർഭവതി. ഗവാദീനാം ഗോക്കളുടെ മഹിഷ്യാദീന ഗോസമ്പത്ത്. അപ്പോൾ ഗോക്കളുടെ
ശാന്തിർഭവതി. പശുക്കൾക്ക് ശാന്തി ലഭിക്കും. പശു എന്ന് പറയുന്നത് ഗോസമ്പത്താണ്, അറിവുള്ള കാര്യമാണ്. അപ്പോൾ പശുക്കളെല്ലാം നല്ല കൂടെയും അസുഖമില്ലാതെയും നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും എന്നർത്ഥം. അപ്പോൾ ഗവാദീന, പശുക്കൾ തുടങ്ങിയവയുടെ ശാന്തിർഭവതി. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഫലം. ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ 5ാമത്തെ മന്ത്രമായിട്ട് വീണ്ടും കാണാം.